നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദൈവവചന ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന വേദവചന ഭാഗം പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് വാക്കുകളെ തന്ന് ഞങ്ങൾക്ക് നീ അത് വിശദീകരിച്ച് തന്ന് ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനൊരു വലിയ മാറ്റവും കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള ആഗ്രഹവും അതിന് സഹായവും തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഈ വചനങ്ങൾ അവരുടെ ഹൃദയത്തിലോട്ട് തുളച്ച് കയറി മാറ്റങ്ങളെ സൃഷ്ടിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. 100 മേനി ഫലം പുറപ്പെടുവിക്കണമേ. അടിയനെ സമർപ്പിക്കുകയാണ്. വാക്കുകളെ തരണമേ. വായ തുറക്കുമ്പോൾ സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മളെ ഇന്ന് പഠിക്കുന്നത്, ധ്യാനിക്കാൻ പോകുന്നത് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലെ 2 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ബൈബിളിൽ നിന്ന് ഞാൻ ആ വാക്യം വായിക്കാം. ഗലാത്യർ 5-ന്റെ 2-ാം വാക്യം. പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. പരിച്ഛേദനം നടത്തണമെന്ന് വലിയ നിർബന്ധമുള്ള യഹൂദ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. പരിച്ഛേദനവാദികൾ എന്ന് നമുക്കവരെ വിളിക്കാം. അവരിൽ നിന്ന് തെറ്റായ പഠിപ്പിക്കൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ കർശനമായിട്ട് പൗലോസ് ഇപ്രകാരം പറയുന്നത്, ഒന്നിൽ നമുക്ക് ക്രിസ്തുവും സ്വാതന്ത്ര്യവും, അല്ലെങ്കിൽ നമുക്ക് നിയമവും അടിമത്തവും. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സ്വീകരിക്കേണ്ടത്. നിയമം സ്വീകരിച്ചാൽ ഒരു അടിമത്തം അവിടെ അനുഭവപ്പെടും. ക്രിസ്തുവിനോട് ചേർന്നാൽ നമുക്ക് ക്രിസ്തു തരുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നമ്മളത് തിരഞ്ഞെടുത്തോണം, ഏതാണ് നമുക്ക് വേണ്ടതെന്ന്. ഏതെങ്കിലും തിരഞ്ഞെടുക്കുക, അതിന് പിന്നെ വിട്ടുവീഴ്ചയൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. പൗലോസ് ദർശനമുള്ള ഒരു വ്യക്തിയാണ്, വെളിപാട് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. പൗലോസിന് ലഭിച്ച ആ വെളിപാടുകൾക്കനുസരിച്ചാണ് പൗലോസ് നമ്മളെ ഈ വിവരങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസസത്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത് പൗലോസ് പഠിപ്പിച്ചത് കൊണ്ടാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെ അത് പരാമർശിച്ചിട്ടുണ്ട്. പൗലോസിന് അതിനെ ഈ അറിവ് ലഭിച്ചത്, പൗലോസ് പറയുന്നത്, ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. പൗലോസിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് അദ്ദേഹം സന്തോഷം, ആനന്ദം, ധീരത, സ്ഥിരത, ശുഷ്കാന്തി, വിശ്വസ്തത, സഹിഷ്ണുത, ക്ഷമ, സ്നേഹം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠ സ്വഭാവ ഗുണങ്ങളാണ്. എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ് അതെല്ലാം. ഇത്രയും സ്വഭാവവിശേഷമുള്ള ഒരാളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ പരിച്ഛേദനം? അത് അബ്രാഹാവും അവൻ്റെ സന്തതികളും തലമുറ തോറും പാലിക്കേണ്ടതായ ഒരു ഉടമ്പടിയാണ്. ദൈവം അരുളി ചെയ്തതാണ്. ഈ ഉടമ്പടി നിങ്ങൾ പാലിക്കണം. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്. ഉൽപ്പത്തി 17-ന്റെ 10-11 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം, നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം. അത് ആ ജനത്തിനു വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഉടമ്പടിയാണത്. പുതിയ നിയമത്തിൽ പരിച്ഛേദനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിച്ഛേദനം ഉണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഉള്ളൊരു പരിച്ഛേദനമല്ല. അഗ്രചർമ്മം മുറിക്കുക എന്നുള്ളതല്ല, ഹൃദയത്തിനാണ് പരിച്ഛേദനം നടക്കേണ്ടത്. ഇതാണ് എൻ്റെ വ്യത്യാസം. ഹൃദയത്തിൽ ഒരു പരിച്ഛേദനം നടത്തി ക്രിസ്തുവുമായിട്ട് നമ്മൾ ഒന്നാണ് എന്നുള്ള ആ ആശയത്തിലേക്ക്, ആ ഒരു വിശ്വാസ സത്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പൗലോസ് എടുത്തെടുത്ത് പറയുന്നുണ്ട്,
റോമാലേഖനം 2-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുകയാണ്, ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. അത് യഥാർത്ഥ പരിച്ഛേദനം എന്ന് പറയുന്നത് ബാഹ്യമോ ശാരീരികമോ അല്ല, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന ആ പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ ഛേദിച്ച് കളയുക. ഹൃദയത്തിലാണത് മാറ്റം ഉണ്ടാകേണ്ടത്. പാപസംബന്ധമായ പാടില്ലാത്ത കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. അതാണ് പുതിയ നിയമം അർത്ഥമാക്കുന്നത്. ജെറമിയ 4:4 പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യൂദാനിവാസികളെ, ജെറുസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവീൻ, ഹൃദയപരിച്ഛേദനം സ്വീകരിക്കുവീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും, അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഈ ആശയം പുതിയ നിയമത്തിൻ്റേത് മാത്രമായ ഒരാശയമാണെന്ന് വിചാരിക്കരുത്. പഴയ നിയമത്തിൽ ജെറമിയ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞിരിക്കുക നമ്മളോട്, ഹൃദയപരിവർത്തനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് ശരീരത്തിൽ ചെയ്യുന്ന ഒരു പരിച്ഛേദനമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. അപ്പസ്തോല പ്രവൃത്തികളിൽ 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ പരിച്ഛേദിതർ എന്ന വാക്ക് തന്നെ യഹൂദരുടെ ഒരു പേരായി മാറിയിരിക്കുക. അപ്പോൾ യഹൂദർ എന്ന് പറയുന്നതിന് പകരം പരിച്ഛേദിതർ എന്നും പറയാനായിട്ട് സാധിക്കും എന്നുള്ള പ്രയോഗം അക്കാലത്ത് അങ്ങനെ വന്ന് ഭവിച്ചിട്ടുണ്ട്. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. വിജാതിയർക്ക് പരിശുദ്ധാത്മാവ് വന്ന് കണ്ടപ്പോൾ പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു പോയി. അപ്പോൾ പരിച്ഛേദിതർ എന്ന് പറയുന്നത് പരിച്ഛേദന കർമ്മം നടത്തിയിട്ടുള്ള യഹൂദരെയാണെന്ന് ആ പേരവർക്ക് അങ്ങായി തീർന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. റോമാലേഖനം 3-ാം അധ്യായം 30-ാം വാക്യം, ദൈവം ഏകനാണ്, അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും അവരവരുടെ വിശ്വാസത്തിൽ നീതീകരിക്കും. വിജാതിയരെയും യഹൂദരെയും നീതീകരിക്കുന്ന കർത്താവാണ്. ഒരു ദൈവമേ ഉള്ളൂ. അല്ല അവർക്കൊരു ദൈവം നമുക്കൊരു ദൈവം, അങ്ങനെയല്ല. ഏക ദൈവം. പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും ആ ഏകദൈവമാണ് നീതീകരിക്കുന്നത്. അപ്പോൾ പരിച്ഛേദിതർ എന്നുള്ള വാക്ക് പരിച്ഛേദന കർമ്മം നടത്തിയിട്ടുള്ള യഹൂദരെയും പിന്നെ യഹൂദരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച യഹൂദ ക്രിസ്ത്യാനികളെയും ഉള്ള പേരായിട്ട് തന്നെ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്ത്യ വിശ്വാസികൾ അവർ യഹൂദ മതത്തിലേക്കോ ആ യഹൂദ മതത്തിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളിലേക്കോ തിരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. അത് യഹൂദരുടെ ഒരു ചിന്തയും അവരുടെ ഒരു പഠിപ്പിക്കലുമായിരുന്നത്. ഈ പരിച്ഛേദന കർമ്മം ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പഠിപ്പിക്കൽ തെറ്റായ രീതിയാണ്. ക്രിസ്ത്യ വിശ്വാസികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ പ്രശ്നം ജെറുസലേമിലൊരു ചർച്ചയ്ക്ക് വന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല, പരിച്ഛേദന കർമ്മത്തിൻ്റെ ആവശ്യമില്ല എന്ന തീരുമാനം പരസ്യമായിട്ട് അവരെ പറഞ്ഞ് എഴുതി കൊടുത്തു. ഒരു കത്ത് തന്നെ എഴുതിക്കൊണ്ടുണ്ട്. ആ കത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട്, ചിലർ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് ഞങ്ങൾ കേട്ടു എന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പരിച്ഛേദന കർമ്മം നടത്തണമെന്ന് പറഞ്ഞ്
ക്രിസ്തീയ വിശ്വാസികളെ ബുദ്ധിമുട്ടിച്ചു എന്ന് ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് ജെറുസലേമിലെ ആ തീരുമാനം ഉണ്ട്. നമ്മൾ ആരെയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊന്നുമല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് 3-ാം വാക്യം. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. ഗലാത്യയിലെ യഹൂദ ക്രിസ്ത്യാനികൾ ചില യഹൂദ ആചാരങ്ങൾ, ഉദാഹരണമായിട്ട് പരിച്ഛേദനം, പെരുന്നാളുകളുടെ ആചരണം, മാലാഖമാരെ വന്ദിക്കുക, ഇങ്ങനെയുള്ള ചില അനുഷ്ഠാനങ്ങൾ യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. അതൊക്കെ ഗലാത്യയിലെ യഹൂദ ക്രിസ്ത്യാനികളും അതെല്ലാം കൈക്കൊള്ളണമെന്ന് യഹൂദ പരിച്ഛേദിതരായിട്ടുള്ളവർ പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങി. പൗലോസ് അവർക്കൊരു താക്കീത് കൊടുക്കുകയാണ്. പൗലോസ് പറയുന്നു, ഒരു യഹൂദൻ്റെ അടയാളം നീ സ്വീകരിക്കുന്നുവെങ്കിൽ, അടയാളം എന്ന് പറഞ്ഞാൽ ഈ പരിച്ഛേദന കർമ്മമാണ്, അത് സ്വീകരിക്കുന്നുവെങ്കിൽ ജീവിതത്തിലെ മുഴുവൻ വഴികളിലും നീ അത് നിറവേറ്റുവാൻ കടപ്പെട്ടിരിക്കുന്നു. നീ ഒരു യഹൂദനെ പോലെ അങ്ങ് ജീവിക്കാനാണോ? എന്നാൽ പിന്നെ നിയമങ്ങളും പാലിച്ച് അങ്ങനെ മൊത്തം അങ്ങനെ അങ്ങ് ചെയ്തു. പ്രത്യേകിച്ച് അങ്ങനെ അവർക്ക് ചട്ടമുണ്ട്. എല്ലാ കൽപ്പനകളും അങ്ങനെ പാലിച്ചുകൊണ്ടേ ഇരിക്കണം. അവരുടെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ചെയ്യണം, ഒന്നും മാറരുത് എന്നൊക്കെയാണ് ആ ഒരു വാക്ക് പറയുന്നത്. കാര്യം ആശയം യാക്കോബിൻ്റെ 2-ാം അധ്യായം 10 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. പക്ഷേ ഇത് സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ആ വാചകത്തിൽ നിന്ന് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിയമങ്ങളെല്ലാം പാലിക്കണം, ഒരെണ്ണം പോലും പാലിക്കാതിരിക്കരുത്. ഒരെണ്ണം പാലിക്കാതിരുന്നാൽ എല്ലാം പാലിച്ചില്ല എന്നുള്ളത് പോലെ ആകും. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാം, പരിച്ഛേദന കർമ്മം നടത്തണമെന്നുള്ളത് ഒരു നിയമമാണല്ലോ, അപ്പോൾ അത് നടത്തുന്നില്ലെങ്കിൽ എല്ലാ നിയമവും പാലിച്ചില്ല എന്ന് കണക്കാക്കത്തില്ലയോ? ഇങ്ങനൊരു പ്രശ്നം വരും. എന്നാൽ സുവിശേഷ സത്യം അങ്ങനല്ല. ഈ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. അത് യഹൂദന്മാർക്കുള്ള അടയാളം മാത്രമാണ്. ക്രിസ്തീയ വിശ്വാസികൾക്ക് അത് ബാധകമല്ല എന്ന് മനസ്സിലാക്കണം. നിയമാവർത്തനത്തിലും 27-26 ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ, ജനമെല്ലാം പറയണം ആമേൻ. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം, അപ്പോൾ പരിച്ഛേദന കർമ്മം അതിലുണ്ട്, അത് നടത്തിയില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ, ജനമെല്ലാം പറയണം ആമേൻ. ഒരു കൽപ്പന പാലിച്ചില്ലെങ്കിൽ എല്ലാം പാലിച്ചില്ലെന്നാണ്, അപ്പോൾ അവൻ ശപിക്കപ്പെട്ടവനായി മാറും. നമ്മൾ ഈ ശാപത്തിന് കീഴിലല്ലെന്നാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ സ്വതന്ത്രരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അനുഷ്ഠാനങ്ങളിലല്ല ഇനി നമുക്ക് രക്ഷ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണെന്ന് പൗലോസ് തൻ്റെ വെളിപാടിനാൽ മനസ്സിലാക്കിയത് നമ്മളെ ഉറച്ചു പഠിപ്പിക്കുകയാണ്. വാക്യം 4 നമുക്ക് കയറാം. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. ക്രിസ്തുവിനോടുള്ള ബന്ധം, രണ്ടാമത്തെ വാക്ക് കൃപാവരം. അപ്പം നിയമത്താലാണ് നീതീകരണമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ 2 നഷ്ടങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, ക്രിസ്തുവിനോടുള്ള ബന്ധമില്ലാതാകും. 2, കൃപാവരം നമുക്ക് ലഭിക്കാതാകും. ക്രിസ്തുവിനോടുള്ള ബന്ധം നമ്മൾ നിയമങ്ങൾ പാലിക്കുന്നതിലല്ല, ക്രിസ്തുവിനോടുള്ള അവനെൻ്റെ രക്ഷകനാണെന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. അപ്പം അങ്ങനെ നമ്മൾ നിയമങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഇല്ലാതായി പോകും. 2, കൃപാപരമാണ്. അത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നതാണ്, ദാനമായിട്ട് തരുന്നതാണ്. ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം, ആ വിശ്വാസത്തിലായിരിക്കണം.
അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് ധാരാളമായ കൃപാവരങ്ങൾ തരും. കൃപാവരങ്ങളുടെ വിവിധ തരം അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. അതെല്ലാം നമുക്ക് കിട്ടുന്നത് കർത്താവ് ദാനമായിട്ട് തരുന്നതാണ്. അപ്പം ക്രിസ്തുവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ കൃപാവരത്തിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. റോമാലേഖനത്തിൽ 4:14 പൗലോസ് പറയുകയാണ്, നിയമത്തെ ആശ്രയിക്കുന്നവർക്കാണ് അവകാശമെങ്കിൽ വിശ്വാസം നിരർത്ഥകവും വാഗ്ദാനം നിഷ്ഫലവുമായി തീരും. അവിടെ 2 വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. 1 വിശ്വാസം, 2 വാഗ്ദാനം. ഈ വാഗ്ദാനം ദൈവം നമുക്ക് തരുന്നതാണ്. ദൈവം തരുന്നൊരു വാക്കാണത് നമുക്ക് തരാമെന്ന്. അതാണ് വാഗ്ദാനം. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ല നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അപ്പം നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് വാഗ്ദാനങ്ങൾ ലഭിക്കും. അല്ല നമ്മൾ നിയമങ്ങളെ ആശ്രയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ലാതായി പോകും. അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പൗലോസ് പറയുന്നത്, നിയമങ്ങളെ ആശ്രയിക്കുക അല്ല വേണ്ടത്, പിന്നെയോ കർത്താവിനോടുള്ള, യേശു കർത്താവിനോടുള്ള വിശ്വാസത്തിൽ ഉറക്കുകയും അങ്ങനെ നമുക്ക് വാഗ്ദാനങ്ങൾ പ്രാപിക്കുകയും ചെയ്യുവാൻ സാധിക്കും. അതാണ് നമുക്ക് വേണ്ടത്. പ്രവൃത്തികളിലുള്ള ആശ്രയത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു വാചകം നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെ ഒരു ഫരീസയൻ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കാര്യം യേശു അപ്പച്ചൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വാചകം ഇങ്ങനെയാണ്. ആ ഫരീസയൻ പറയുകയാണ്, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. 1 പ്രാവശ്യം ഉപവസിച്ചാലും മതി. പക്ഷേ ആ ഫരീസയൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. കൊള്ളാം, സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. അപ്പോൾ ഏതാണ്ട് വലിയ ഇത് കിട്ടുമെന്നുള്ള, ദൈവം ഇങ്ങോട്ട് അനുഗ്രഹിച്ച് തരുമെന്നുള്ള ഒരു ചിന്തയായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അവിടെ വേറൊരു പാപിയായ ചുങ്കക്കാരൻ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒരു വാചകമേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ ചുരുക്കം: പാപിയായ എന്നിൽ കനിയണമേ. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഞാൻ വലിയ ആളൊന്നുമല്ല, ഞാൻ പാപിയാണ്. കർത്താവിന് മുമ്പിൽ നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, ധ്യാനിക്കുക, അതിനെക്കുറിച്ച് അനുദപിക്കുക. പാപിയായ എന്നിൽ കനിയണമേ. അല്ലാതെ ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു എന്നൊന്നുമല്ല ആൾ പ്രാർത്ഥിച്ചത്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നു, യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ, ഈ ചുങ്കക്കാരൻ, ആ ഫരീസനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണോ നമുക്ക് ഈ അനുഗ്രഹങ്ങളും നീതീകരണവും കിട്ടുന്നത്? അല്ല എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണത്. റോമ 9-ാം അധ്യായം 30 മുതൽ 32 വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും പഠിപ്പിക്കുന്നു, അപ്പോൾ നാം എന്ത് പറയണം? നീതി അന്വേഷിച്ചു പോകാതിരുന്ന വിജാതിയർ നീതി, അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു എന്ന് തന്നെ. വിജാതിയർ നീതി പ്രാപിച്ചു. അവർ വിശ്വാസത്താലുള്ള നീതിയാണ് അവർക്ക് അന്വേഷിച്ചു, അതവർക്ക് കിട്ടി. നിയമത്തിൽ അധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേൽക്കാരോ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല. ഇസ്രായേൽ ജനം നീതി അന്വേഷിച്ചു പോയത് നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണെന്ന്. എന്നാൽ അവർ നിയമം അനുഷ്ഠിക്കുന്നോ? നിയമം അനുഷ്ഠിക്കുന്നുമില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് നീതി കിട്ടുന്നത്? അവർ അതിൽ വിജയിച്ചില്ല. എന്തുകൊണ്ട്? അവർ വിശ്വാസത്തിലൂടെയല്ല, പ്രവർത്തികളിലൂടെയാണ് നീതി അന്വേഷിച്ചത്. അവരെ ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടി വീണു. അവർ പ്രവൃത്തി ചെയ്ത് കിട്ടാമെന്നൊക്കെ അവരുടെ വിചാരം, പക്ഷേ ഒത്തില്ല, അവർ തട്ടി വീണു. റോമാലേഖനം 3:20 നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഞാൻ ഈ നിയമം എല്ലാം അങ്ങ് ചെയ്തു, പാലിച്ചു, നീതീകരിക്കപ്പെടാൻ അത് പോരാ.
നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു എന്നേ ഉള്ളൂ. നിയമം മനസ്സിലാക്കി വെച്ചിരുന്നാൽ എന്തൊക്കെയാ പാപം, നമ്മൾ പാപം ചെയ്തോ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകും, അത്രയേ ഉള്ളൂ. നീതീകരിക്കപ്പെടണമെങ്കിൽ അത് പോരാ, അത് ക്രിസ്തുവിലുള്ള വിശ്വാസം തന്നെ വേണം. നമുക്ക് 5-ാം വാക്യത്തിലോട്ട് കയറാം. വാക്യം 5, ഞങ്ങളാകട്ടെ പൗലോസ് പറയുകയാണ്, ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അത് വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. നീതി ലഭിക്കും, അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവം അവിടെയുണ്ട്. അപ്പോൾ നീതിയുടെ പൂർണ്ണത അത് പ്രത്യാശിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നീതി ലഭിക്കും, നീതി ലഭിച്ചു, അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അവസാനം. അതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് ഓർക്കണം. സ്വർഗം ലഭിക്കുന്നപ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്, പക്ഷേ അതിൻ്റെ പൂർണ്ണമായ ആ സ്വർഗ അനുഭവം ഉണ്ടാകുന്നത് അവസാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയുന്നത്. ഒരു പ്രതീക്ഷയാണ്. യഹൂദന്മാർ, ഇസ്രായേൽ ജനം ഒക്കെയും ഒരു പ്രതീക്ഷയിലായിരുന്നു. അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് യേശു ക്രിസ്തു മിശിഹ വരും എന്നവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. വന്നപ്പോൾ മനസ്സിലാക്കാതെ പോയത് അവർക്ക് പറ്റിയില്ല. മനസ്സിലാക്കാതെ അവർ പോയി. കുറേ പേരൊക്കെ മനസ്സിലാക്കി. പുതിയ നിയമത്തിലൊരു പ്രത്യാശയുണ്ട്. നമ്മളും പ്രത്യാശയോടെ ഇരിക്കുകയാണ്. അവരും പ്രത്യാശിച്ചത് മിശിഹ വരുമെന്നാണ്. മനസ്സിലാക്കിയില്ല. നമ്മൾ അത് മനസ്സിലാക്കി, പക്ഷെ നമ്മളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. ക്രിസ്തുവിനോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ. ഒരു പ്രത്യാശയാണ് നമ്മളെ നടത്തുന്നത് എന്ന് നമ്മൾ ഓർക്കണം. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആധിപത്യം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്തെ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. എല്ലാ സൃഷ്ടികളും വിലപിക്കുന്നുണ്ട് എന്ന് പൗലോസ് സൂചന നേരത്തെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ആ സൃഷ്ടികൾ മാത്രമല്ല, നമുക്കുള്ള പ്രത്യേകത, നമുക്ക് ആത്മാവിൻ്റെ ആദ്യഫലം സ്വീകരിച്ചവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു. അച്ചാരം തന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഉണ്ട്, കിട്ടി. ആദ്യം ഇപ്പം അച്ചാരമായിട്ടാണ് വാങ്ങിച്ചത്, ഇനി പൂർണ്ണത കിട്ടും. പൂർണ്ണത കിട്ടുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ് അച്ചാരം. അച്ചാരമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനെ. അപ്പോൾ ആത്മാവിൻ്റെ ആദ്യഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്തെ ലബ്ധി. ഇപ്പം നമ്മളെ പുത്രന്മാരാക്കി, പക്ഷേ അതിൻ്റെ പൂർണ്ണമായ അനുഭവം നമുക്കിപ്പോൾ ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കൊരു സംശയം വരിക, അയ്യോ, പുത്രത്തെ ലബ്ധി പൂർണ്ണമായിട്ട് ലഭിച്ചോ? പുത്രത്തെ ലബ്ധി പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ഒരു സമയം, സ്വർഗരാജ്യം, അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പ്രതീക്ഷിക്കുന്നെന്ന് മാത്രമല്ല, ഈ പ്രതീക്ഷയുടെ സമയത്ത് നമ്മൾ ആന്തരികമായി വിലപിക്കുകയാണ്. കാര്യം, ഒരു കാര്യം സാധിച്ച് കിട്ടുന്നത് വരെ നമ്മുടെ ഹൃദയത്തിൽ ആന്തരികമായിട്ട് ഒരു വിലാപം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു പൂർണ്ണ സന്തോഷമുണ്ടല്ലോ, അത് ഈ പ്രതീക്ഷയുടെ സമയത്ത് ചിലപ്പം കിട്ടിയില്ലെന്ന് വരും ആ സന്തോഷം. അപ്പം നമുക്കൊരു വിലാപം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളത് കിട്ടും എന്നുള്ള ഉറപ്പിൽ നമ്മൾ ഇരിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആന്തരികമായിട്ട് ആ പുത്രത്തെ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് വിലപിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഭൂമി നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ എല്ലാ സന്തോഷാനുഭവങ്ങളും ലഭിക്കാത്തത്. സഹനങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആന്തരികമായി അത് പ്രതീക്ഷിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആന്തരികമായിട്ട് വിലപിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ലെന്നല്ല അർത്ഥം. ഈ ലോകത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കത് കിട്ടിയിട്ടില്ലെന്നല്ല അർത്ഥം. നമുക്കത് കിട്ടി, പക്ഷെ പൂർണ്ണതയിൽ അത് പ്രാപിക്കുന്നത് അല്പസമയം കൊണ്ട് കഴിഞ്ഞിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അബ്രാഹാമിൻ്റെ വിശ്വാസമാണല്ലോ അബ്രാഹത്തിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് നമ്മളെ വിളിക്കാൻ കാരണം. എങ്കിലും അബ്രാഹത്തിന് ഒരു പ്രത്യാശ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ പ്രത്യാശയാണ്
അബ്രാഹത്തിനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയിരിക്കുന്നത്. റോമാലേഖനം 4:18 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ സന്തതി പ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്, നീ അനേകം ജനതകളുടെ പിതാവാകും. ഒരു ജനത്തിൻ്റെ അല്ല, അനേകം ജനതകളുടെ പിതാവാകും. ഒരു മകൻ്റെ മാത്രമല്ല, ഒരു ജനതയുടെ മാത്രമല്ല, അനേകം ജനതകളുടെ പിതാവായി മാറും. ദൈവം പറഞ്ഞൊരു വാഗ്ദാനമാണ്. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കിട്ടാതെ വന്നപ്പോൾ വേണമെങ്കിൽ അങ്ങനെ സംശയിച്ച് പോകാമായിരുന്നു. പക്ഷേ അബ്രഹാം സംശയിച്ചില്ല. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്ന അവസരങ്ങളാണ്. കാരണം അബ്രാഹത്തിന് പ്രായം കഴിഞ്ഞു പോയി, ഭാര്യ സാറ വന്ധ്യയാണ്. ശാസ്ത്രീയമായ രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരവസരം. ഈ സാധ്യതയില്ലാതിരുന്നിട്ടും അബ്രാഹാം പ്രതീക്ഷയോടെ വിശ്വസിച്ചു. പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, അതാണ് എൻ്റെ പ്രത്യേകത. സ്വർഗരാജ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് നമ്മൾ ഇരിക്കുക, സംശയിക്കേണ്ട. അബ്രാഹാം പ്രതീക്ഷിക്കുകയാണ്, എനിക്ക് ദൈവം വാഗ്ദാനം ചെയ്ത മകനും ജനതതിയും ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ പ്രതീക്ഷയാണ് അവനെ വിശ്വാസിയുടെ പിതാവ് എന്നുള്ള ആ പദവിയിലേക്ക് ഉയർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോമർ 5:5 പ്രത്യാശയെക്കുറിച്ച് ചില വാചകങ്ങൾ പൗലോസ് എഴുതിയിട്ടുണ്ട്. 5:5 പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശയുള്ളവർക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. സഹനങ്ങളൊക്കെ ഉണ്ട്, എന്ത് കാര്യം, കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, അത് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായി മാറുമല്ലോ. പ്രത്യാശ നമ്മെ നിരാശരാക്കത്തില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? പരിശുദ്ധാത്മാവിനെ അച്ചാരമായി ലഭിച്ചിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് വിഷമിക്കണോ? ഒരു കാര്യത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. നമ്മുടെ മുമ്പിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എല്ലാത്തിൻ്റെ ഒരു പരിഹാരമുണ്ട്. പരിഹാരം കർത്താവ് തന്നെ ചെയ്തു തരും. നമ്മളൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. പ്രശ്നങ്ങൾക്ക് നമ്മളെയും കൊണ്ട് ചിലപ്പം അതിന് പരിഹാരം ചെയ്യാൻ നമ്മുടെ ബുദ്ധിക്ക് ഒരു പരിഹാരമാർഗം ഇല്ലായിരിക്കാം. പക്ഷെങ്കിൽ കർത്താവ് പരിഹാരമാർഗത്തിൽ കൂടെ നമ്മളെ നടത്തി എല്ലാത്തിനും പരിഹാരം തരും. സ്വർഗരാജ്യം നമുക്ക് കിട്ടും, നിത്യജീവൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഉറപ്പുണ്ടായാൽ മതി, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ചൊരിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ വിഷമിച്ചുകൊണ്ടേയിരിക്കുന്നത്? ആവശ്യമില്ല. പ്രത്യാശ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ രക്ഷണ്യ ഘടകമാണ്. നമുക്ക് ആവശ്യമുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു ഘടകമാണത്, ഒരു ഫാക്ടറാണത്. ഏത്? പ്രത്യാശ. നമ്മൾ പ്രത്യാശിച്ചുകൊണ്ടേയിരിക്കണം. റോമർ 8:23-24 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. നമ്മൾ വിലപിക്കുന്നു, നമ്മൾ പറഞ്ഞല്ലോ, ആന്തരികമായിട്ട് പുത്രത്വ ലബ്ധി ലഭിക്കും ശരീരത്തിന്. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. നാം രക്ഷ പ്രാപിക്കുന്നു വിശ്വാസത്താൽ. ആ പ്രത്യാശ നമ്മളിൽ നിലനിൽക്കുകയാണ്. ആ പ്രത്യാശയാൽ നാം രക്ഷ പ്രാപിക്കുന്നു. അത് നമ്മളെ ഓർക്കണം.
പ്രത്യാശ എന്നുള്ള വാക്കുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. കാണാത്തുന്ന ഒന്നിനെയാണല്ലോ നമ്മൾ പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ കാണുന്നതിനെ ഒരുവനെന്തിനെ പ്രത്യാശിക്കണം? നമ്മൾ പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പ്രത്യാശ എന്ന് നമ്മൾ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 1 യോഹന്നാൻ്റെ 3:3 യോഹന്നാൻ അപ്പസ്തോലനൊരു കാര്യം നമ്മളോട് പറയുന്നു. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. നമ്മൾ പ്രത്യാശയോടെ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ നിലനിൽക്കണം? നമ്മളെ തന്നെ വിശുദ്ധരാക്കണം. കഴുകി വൃത്തിയാക്കി പാപമാലിന്യങ്ങളില്ലാതെ കർത്താവ് എപ്പോഴും വന്നാലും നമ്മൾ സ്വീകരിക്കത്തക്കവണ്ണം എപ്പോഴും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശുദ്ധമായിട്ട് ഇരിക്കണം. എത്രമാത്രം വിശുദ്ധിയുടെ ആ പൂർണ്ണത വരണം. അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് എത്രമാത്രം പരിശുദ്ധനായിരിക്കുന്നുവോ അതുപോലെ നാമും പരിശുദ്ധരായിരിക്കണം. ഇനി പ്രത്യാശ എന്ന് പറയുന്നത് അതൊരു സ്വർഗീയ നിക്ഷേപമാണ്. കർത്താവ് പറഞ്ഞല്ലേ, നിങ്ങൾക്കുള്ളതെല്ലാം അങ്ങ് സ്വർഗത്തിൽ നിക്ഷേപിച്ചേക്കാൻ. അവിടെ കള്ളന്മാരൊന്നും മോഷ്ടിക്കത്തില്ല, ചെതല വന്ന് നശിപ്പിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടോ അതങ്ങ് സ്വർഗത്തിൽ അങ്ങ് നിക്ഷേപിച്ചേര്. സുരക്ഷിതമായിട്ട് പ്രതിഫലം വർദ്ധിച്ചു വരും. വലിയ പലിശയ. അപ്പോൾ അത് വർദ്ധിച്ചു വരും. നിങ്ങളെല്ലാം അവിടെ ഇട്ടേരുന്നാണ് കർത്താവ് പറഞ്ഞത്. എന്തെല്ലാം അവിടെ ഇടണ്ടേ? നമുക്കുള്ളതെല്ലാം അവിടെ ഇടാം. ഈ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു സ്വർഗീയ നിക്ഷേപമാണ്. അവിടെ ഇടാം. ഒരു വിധവ കൊണ്ടുവന്ന് 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടില്ലേ? നിക്ഷേപമെന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അവൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതാ കർത്താവ് പറയുന്ന വാക്ക്. കൊളോസോസ് ലേഖനത്തിൽ 1:4-5 വാക്യങ്ങളിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം. അവിടെ നമുക്ക് നിക്ഷിപ്തമുണ്ട്, ഒരു നിക്ഷേപം അവിടെ വെച്ചിട്ടുണ്ട്, പ്രത്യാശ. യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷ സത്യത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് മുമ്പ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇല്ല സ്വർഗഭാഗ്യം കിട്ടുമെന്നൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അവിടെ ഒരു പ്രത്യാശയുണ്ട്. നിങ്ങളുടെ നിക്ഷേപം അവിടെ ഇരിക്കുന്ന ആ പ്രത്യാശ സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. ഈ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ നോക്കി പാർക്കുന്നു എന്നൂടെ അർത്ഥമാണ്. അതാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നിട്ട് വേണമല്ലോ നമ്മളെ ഒന്ന് കൊണ്ടുപോകാൻ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെയാണ്. തീത്തോസിൻ്റെ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. മഹോന്നതനായ ദൈവത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും എന്നുള്ള പ്രയോഗം ചില ട്രാൻസ്ലേഷൻ അങ്ങനെയാണെങ്കിലും വേറെ ചില ട്രാൻസ്ലേഷനിൽ നമ്മുടെ മഹോന്നത ദൈവവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ, അങ്ങനെയാണ് ചില ട്രാൻസ്ലേഷന്. അവിടുന്ന് മഹത്വം പ്രത്യക്ഷപ്പെടും. നമ്മളെ കാത്തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്വം പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമുണ്ട്, ഒരു പ്രത്യാശ. അതിനെ നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു 2ാമത് ഇങ്ങോട്ട് വരുന്നതിനെ കാത്തിരിക്കുകയാണ്. ഈ പ്രത്യാശയെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ ഒരു നങ്കൂരം കൂടിയാണ്, സുരക്ഷിതമായ നങ്കൂരമാണ്. പ്രത്യാശ നങ്കൂരമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറിയാമല്ലോ. കപ്പൽ ഒക്കെ നങ്കൂരം അടിക്കുന്ന അത് സുരക്ഷിതത്വം അവിടെ ഉണ്ട്. അവിടെ നങ്കൂരം അടിച്ച് അവിടെ നിർത്തും.
കൊടുങ്കാറ്റൊക്കെ മാറുമ്പോൾ പിന്നെ അവർ യാത്ര ചെയ്യും. അങ്ങനെ ഹെബ്രായ ലേഖനം 6:19 ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രത്യാശ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ മറ്റ് നല്ല പ്രവൃത്തികളെല്ലാം ഒരു തരത്തിലുള്ള മണ്ടത്തരങ്ങളായിപ്പോയിനി. പക്ഷേ ഇതൊന്നും മണ്ടത്തരങ്ങളല്ല, കാരണം ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ ഈ പ്രത്യാശ പോലും അടിസ്ഥാനമിട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിലാണ്. 1 പത്രോസ് 1:3 പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ഉത്ഥാനം വഴിയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ് സജീവമായ പ്രത്യാശയിലേക്ക്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രത്യാശയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാതായിപ്പോയേനെ. അതാണ് നമ്മൾ പറഞ്ഞത്. ജെറമ്യ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നീതീകരണമെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നിലയിൽ നമുക്ക് നേടിയെടുക്കാൻ ഒക്കത്തില്ല. അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെറമ്യ പ്രവാചകൻ ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് പറയുന്നു, 2-ാം അധ്യായം 22-ാം വാക്യം, എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുമ്പിലുണ്ടായിരിക്കും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ശാരീരികമായ ഒരു ചെറിയ അഴുക്കോ ചെളിയോ ഒന്നും അല്ല ഈ പാപമെന്ന് പറയുന്നത്. അത് ആത്മാവിലെ ബാധിച്ചിരിക്കുന്ന കറകളാണ്. ഈ താളി ഉപയോഗിച്ച് കഴുകിയാലും കാരം ഉപയോഗിച്ചാലും ഒന്നും ശുദ്ധീകരിക്കാവുന്ന ഒന്നല്ല ഈ പാപക്കറ എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം, അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്താലാണ്. അതാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്, നമ്മൾ യേശുള്ള വിശ്വാസത്തിലാണ് നീതി ലഭിക്കുമെന്ന് കരുതുന്നത്. അപ്പോഴാണ് നമുക്ക് കൃപാവരം ലഭിക്കുന്നത്. യേശുവിൻ്റെ കൃപാവരത്താലാണ് നമുക്ക് നീതി ലഭിക്കുന്നത്. അല്ലാതെ പ്രവൃത്തി പരിച്ഛേദന കർമ്മമൊക്കെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ക്രിസ്തുവായിട്ടുള്ള ബന്ധമില്ല, കൃപാവരം ലഭിക്കുന്നില്ല, അപ്പോൾ നീതീകരണവും ലഭിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നാം നീതീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്താലാണ്. പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസത്താലാണ് നീതീകരണം ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തും. യേശു കർത്താവ് നമ്മളോട് പഠിപ്പിച്ചതാണ്. യേശു തൻ്റെ ഈ ലോക ജീവിതം വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ശിഷ്യന്മാരോട് ഒരു വലിയ ക്ലാസ് എടുത്തു. അന്നേരം പറഞ്ഞ കാര്യമാണ്, പരിശുദ്ധാത്മാവ് വരും, അവൻ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒക്കെയുള്ള ബോധ്യം നിങ്ങൾക്ക് നൽകും. കാരണം യോഹന്നാൻ എഴുതുന്നു 16-ാം അധ്യായം 9 മുതൽ 11 വരെ, അവർ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വരുന്നത്. പാപമെന്ന് പറഞ്ഞാൽ തന്നെ പല രീതിയിൽ അതിനെ നിർവചിക്കാറുണ്ട്. യോഹന്നാൻ അപ്പസ്തോലൻ അതിനെ നിർവചിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് പാപം.
പാപങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ പാപം എന്നുള്ള ഏകവചന രൂപം തന്നെയാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. ആ പാപം എന്ന് പറയുന്ന വാക്കിൻ്റെ നിർവചനം യോഹന്നാൻ അപ്പോസ്തലൻ കൊടുക്കുന്നത് കർത്താവിൽ വിശ്വസിക്കാതിരിക്കുക എന്നാണ്. അപ്പോൾ അതാണ് പാപം. അപ്പോൾ എന്താണ് എല്ലാവർക്കും പാപം ഉണ്ടായത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. ഇനി നമ്മൾ 7-ാമത്തെ വാക്യത്തിലോട്ട് കടക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദിതനമോ അപരിച്ഛേദിതനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഇത് പലരും കാണാൻ പഠിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വാചകമാണ്. പരിച്ഛേദന അപരിച്ഛേദനം ഒന്നൊരു കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. വിശ്വസിക്കുന്ന ഒരാളിൻ്റെ എങ്ങനെയാണ് ആ ആളിനെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസി എന്ന് പറയുന്ന ആളിന് ജീവിതത്തിൽ ചില പ്രത്യേകതകൾ, ചില മാറ്റങ്ങൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. വ്യക്തമായ ചില മാറ്റങ്ങൾ കാണാം. ഗലാത്യർ 2:20 പൗലോസ് പറയുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെത്താൻ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പൗലോസിനുണ്ടായൊരു മാറ്റം ഇവിടെ കാണുന്നത്, എല്ലാ മനുഷ്യരിലും ഇതുപോലുള്ള മാറ്റങ്ങളുണ്ടാകും. അവർ പറയണം, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു ആണ് എന്നിൽ ജീവിക്കുന്നത്. ഇത്രയും മാറ്റം ഉണ്ടായാൽ മതി. ഞാൻ വലിയ ആളായിട്ടങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. ഇനി മേലാൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെത്താൻ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. എൻ്റെ ജീവിതമെന്ന് പറയുന്നത് വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ആരിൽ വിശ്വസിച്ചുകൊണ്ട്? ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ട്. അപ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം, ആ യേശുക്രിസ്തുവിൻ്റെ ചില വിശേഷണങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുകയും, അപ്പോൾ യേശുക്രിസ്തു ചെയ്ത ഒരു കാര്യം, എന്നെ സ്നേഹിക്കുകയും മാത്രമോ എനിക്ക് വേണ്ടി തന്നെത്താൻ ബലിയർപ്പിക്കപ്പെടുകയും ചെയ്തു. അതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത. പൗലോസോട് എടുത്തു പറയുന്നത്, എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി തന്നെത്താൻ ബലിയർപ്പിക്കപ്പെട്ടു. ആ ദൈവപുത്രനെ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് എൻ്റെ ഈ ലോക ജീവിതം. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ക്രിസ്തുവിലെ ആചാരങ്ങളെല്ലാം നീങ്ങിപ്പോകും. ഏതെങ്കിലും കുറച്ച് ആചാര കർമ്മങ്ങൾ അത് ചെയ്തതല്ല വിശ്വാസം എന്ന് പറയുന്നത്. അത് വിശ്വാസമാണ്. എഫേസോസ് 2:15 പൗലോസ് പറയുന്നു, കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഹെബ്രായ ലേഖനം 7:19 പറയുന്നു, നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല, അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു. അതിനേക്കാട്ട് ശ്രേഷ്ഠമായ കാര്യമാണ് ഈ പ്രത്യാശ. ഇപ്പോൾ ആ പ്രത്യാശയാണുള്ളത്. അതിനേക്കാൾ നിയമത്തെക്കാട്ടിൽ ശ്രേഷ്ഠം. അത് നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. നമ്മളിങ്ങനെ പ്രത്യാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുകയാണ്. നമ്മുടെ ഒരു സ്നേഹിതൻ ഇങ്ങോട്ട് വരുന്നു, ഇന്ന് വരുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരട്ടെ ഇങ്ങനെ കാത്തിരിക്കുക. ഇതിനെക്കാട്ടി എത്രയോ പ്രധാനമാണ് ദൈവം നമ്മളെ കൂട്ടിച്ചേർക്കാൻ ക്രിസ്തുവിൻ്റെ മഹത്വത്തോടുകൂടി ഇവിടെ വരുമെന്നുള്ള പ്രത്യാശയിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രത്യാശയാണ് ഇപ്പോൾ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നത്.
നമ്മളിപ്പോൾ വായിച്ച വാചകത്തിലെ സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്നേഹപൂർവം ആയിരിക്കണം എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ചിലരങ്ങ് ചെയ്യും, പക്ഷേ ആ പ്രവർത്തനങ്ങളെ നിർബന്ധിപ്പിക്കുന്നത് സ്നേഹമായിരിക്കണമെന്നില്ല പലർക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്നേഹപൂർവ്വം ആയിരിക്കണം. വേറൊരു കാര്യം കൂടെ എൻ്റെ വാചകത്തിലുണ്ട്, പ്രവർത്തനനിരതമായ വിശ്വാസം. സാധാരണ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ടല്ലോ, രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃപയാൽ ലഭിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രവർത്തനനിരതമായ എന്നൂടെ ചേർക്കുന്നത് എന്തിനാ? അപ്പോൾ പ്രവർത്തനവും വേണോ വിശ്വാസവും വേണോ എന്ന് ചിലർ അങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ച് ചിന്തിച്ചെന്നിരിക്കും. രക്ഷയ്ക്ക് പ്രവൃത്തിയും വിശ്വാസവും ആവശ്യമാണെന്ന് ചിലരങ്ങ് ചിന്തിക്കുന്നെന്ന് വരാം. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പ്രവർത്തനനിരതമായ എന്ന് പറയുന്നതിൽ നിന്ന് ഈ വിശ്വാസിയായ മനുഷ്യന് പ്രവർത്തനം ഉണ്ടായിരിക്കും. അതാണല്ലോ നമ്മൾ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞത്. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഞാനല്ല ജീവിക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയല്ലോ. വിശ്വാസമുള്ളവൻ പ്രവർത്തിക്കും. ആ പ്രവൃത്തി വിശ്വാസത്തിന് അനുസൃതമായിരിക്കും. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും വിശ്വാസത്തിന് അനുസൃതമായിരിക്കണം, അല്ലാതൊന്നും നമ്മൾ പ്രവർത്തിക്കരുത്. പൂർവ്വപിതാവായ അബ്രാഹാത്തിനെ നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അവൻ വിശ്വാസികളുടെ പിതാവാണ്. അവൻ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചു. മറ്റ് ജനങ്ങളൊക്കെ വിഗ്രഹങ്ങളിലും മറ്റ് ജീവനില്ലാത്ത ഓരോന്നിലും വിശ്വസിക്കുമ്പോൾ അബ്രഹാം പിതാവ് ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം അവൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് അബ്രഹാം തൻ്റെ മകൻ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ തയ്യാറായത്. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാൻ തയ്യാറായി. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് വാഗ്ദാനം ചെയ്ത പ്രകാരം തൻ്റെ പിൻതലമുറ അനുഗ്രഹിക്കപ്പെട്ട ജനമായിരിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. തൻ്റെ മകനെ ഹോമബലി കഴിച്ചാലും ആ ചാരത്തിൽ നിന്നും തനിക്ക് മകനെ തിരികെ നൽകുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അറക്കപ്പെടാനുള്ള ആടെവിടെ എന്ന് ഇസ്ഹാക്ക് ചോദിച്ചപ്പോൾ അബ്രഹാം എന്താ പറഞ്ഞത്? മോനെ, അത് ദൈവം പ്രദാനം ചെയ്യും. അബ്രഹാം അങ്ങനെ മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, യഹോവ അങ്ങനെ തന്നെ ചെയ്തു. ഇസ്ഹാക്കിനെ ബലി കഴിച്ചതുകൊണ്ടല്ല അബ്രാഹത്തിന് വാഗ്ദാനങ്ങൾ നൽകിയത്. പിന്നെയും അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ പരിഗണിച്ചാണ് വാഗ്ദാനങ്ങൾ നൽകിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസമുള്ളത് കൊണ്ടാണ് അബ്രാഹം ഇസ്ഹാക്കിനെ ബലി കഴിച്ചത്. അല്ല, ഇസ്ഹാക്കിനെ ബലി കഴിച്ചത് കൊണ്ടല്ല വാഗ്ദാനം കൊടുത്തത്. വിശ്വസിച്ചതുകൊണ്ട് വാഗ്ദാനം കൊടുത്തു. വിശ്വാസി ആയതുകൊണ്ട് ഇത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അബ്രാഹാം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അത് നമ്മൾ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്തുവിനെ പ്രതി പീഡ സഹിക്കുക, നമ്മൾ ക്രിസ്ത്യാനികളോടൊക്കെ ബൈബിളും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ക്രിസ്തുവിനെ പ്രതി നമ്മൾ പീഡ സഹിക്കുക എന്ന് പറയുമ്പോൾ പീഡ സഹിക്കുന്നത് കൊണ്ട് നമ്മൾ വിശ്വാസിയായി തീർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ നമ്മൾ വിശ്വാസിയായതുകൊണ്ട് ക്രിസ്തുവിനെ പ്രതി പീഡ സഹിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അർത്ഥവ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് മാതൃകയായിരിക്കത്തക്കവണ്ണം ബൈബിളിൽ ചില വിശ്വാസികളുടെ പേര് ലിസ്റ്റ് ഹെബ്രായ ലേഖനത്തിലും മറ്റും പലയിടത്തായിട്ട് എഴുതിയിട്ടുണ്ട്. ഏതാനും പേരുടെ പേര് ഞാനെന്ന് ഇവിടെ പറയാം. അബ്രാഹാം പിതാവ് ഉൽപ്പത്തിയിൽ, കാലേബ് യോശുവ 14:13, യോനാഥാൻ 1 ശമൂവേൽ 14:6, ദാവീദ് 1 ശമൂവേൽ 17:37, യഹോശാഫാത്ത് 2 ദിനവൃത്താന്തം 20:15, ഇയ്യോബ് അല്ലെങ്കിൽ ജോബിൻ്റെ പുസ്തകം 19:25, 3 ഹെബ്രായ ബാലന്മാർ, ദാനിയേലിൻ്റെ പുസ്തകം 3:16,
പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 27:25 അവരൊക്കെ നമുക്ക് മാതൃകയായിട്ടുള്ള ചില വിശ്വാസികളാണ്. അവരെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. നമ്മുടെ സമയം അങ്ങനെ നീളുന്നത് കൊണ്ട് ഇവിടെ നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ചിന്തിച്ചത് ഏതാനും കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടൊന്നുമല്ല നമുക്ക് നീതീകരണം ഉണ്ടാകുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. പരിച്ഛേദന കർമ്മത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഈ വാചകങ്ങളിലൊക്കെ പറയാൻ കാരണം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനമാണല്ലോ. അന്ന് യഹൂദ ക്രിസ്ത്യാനികൾ യഹൂദർ ഒക്കെ വന്ന് പരിച്ഛേദന കർമ്മം നടത്തണമെന്ന് ക്രിസ്ത്യ വിശ്വാസികളെ നിർബന്ധിക്കാറുണ്ടായിരുന്നതുകൊണ്ട് കർശനമായിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പൗലോസ് പറയുകയാണ്. ആ കാലത്തേക്ക് മാത്രമല്ല, ഇന്നും നമുക്കറിയാം, ഇന്നും നമുക്കത് ബാധകമായി. ഇന്ന് പരിച്ഛേദന കർമ്മം എന്നുള്ള വാക്കധികം പറയുന്നില്ലെന്നേ ഉള്ളൂ. ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടിയാൽ, ഏതാണ്ടൊക്കെ ആചാരങ്ങൾ നടത്തിയാൽ, ഏതാണ്ടൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചാൽ, കർമ്മങ്ങൾ നടത്തിയാൽ ഏതാണ്ടൊക്കെ എങ്കിൽ ലഭിക്കുമെന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ നിന്ന് മാറണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും അവനെക്കുറിച്ചുള്ള പ്രത്യാശയുമാണ് നമ്മളെ നീതീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നതും നമുക്ക് രക്ഷ ലഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പ്രതീക്ഷയിലിരിക്കുക. ആ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം സഹിക്കുന്നത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുക. അങ്ങനെ സഹിച്ച് നമുക്കെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു ഭവനം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ആ പൂർണ്ണ ബോധ്യത്തോടുകൂടി ആ പ്രത്യാശയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. പൗലോസ് തന്നെ വലിയൊരു മാതൃകയാണ്. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് തീർത്ത് പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമുക്കും അങ്ങനെ വെക്കും. ഓട്ടപ്പന്തയം പൂർത്തിയാക്കണം, ഓടണം, നടന്നാൽ പോരാന്നാണ് എൻ്റെ അർത്ഥം. ഒന്നാം സമ്മാനം കിട്ടണമെങ്കിൽ ഒന്നാമത് ചെല്ലണമെന്നൊക്കെ അതിനർത്ഥമുണ്ട്. അങ്ങനെയാണ് പൗലോസ് അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പൗലോസ് ഓടി ഓട്ടം പൂർത്തിയാക്കിയെന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. നമുക്കും ഓടാം, ഒന്നാമത് കയറാൻ ഓടാം. ദൈവം നമുക്ക് പ്രതിഫലം തരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്തത് 7-ാം വാക്യം മുതൽ 7-ാം വാക്യം മുതൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.